വൈശാഖ മഹോത്സവത്തിലുണ്ട്. ദക്ഷൻ മഹായാഗം നടക്കുന്ന സമയത്ത് ദക്ഷൻ നടത്തിയ മഹായാഗത്തിൽ മഹാദേവനെ ക്ഷണിക്കാതിരിക്കുകയും ദക്ഷൻ്റെ പുത്രിയായ സതീദേവി ദക്ഷയാഗ മാഹാത്മ്യമറിഞ്ഞ് യാഗം കാണാൻ വരികയും യാഗഭൂമിയിൽ വെച്ച് സതീദേവിയെ ബഹുമാനിക്കാതിരിക്കുകയും അപമാനിക്കുന്ന പ്രവൃത്തി വരികയും ചെയ്തതിൽ മനം തൊണ്ട് സതീദേവി അഗ്നിയിൽ ചാടി ദേഹത്യാഗം ചെയ്തു. ആ ദേഹത്യാഗത്തെ തുടർന്ന് പരമേശ്വരൻ കോപിഷ്ഠനാവുകയും കോപിഷ്ഠനായ പരമേശ്വരൻ വീരഭദ്രനെ സൃഷ്ടിക്കുകയും ആ വീരഭദ്രൻ ദക്ഷൻ്റെ ശിരസ് അറുക്കുന്ന കഥയാണ്. ആ ദക്ഷൻ്റെ ശിരസ് അറുത്ത സമയത്തുണ്ടായ രക്തം, ആ രക്തമാണ് തിരുവഞ്ചിറ. ആ തിരുവഞ്ചിറയിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. ഈ കാണുന്ന വെള്ളം ദക്ഷയാഗത്തിന് മുന്നോടി ദക്ഷയാഗവുമായി ബന്ധപ്പെട്ട കഥയും ആ ദക്ഷനെ വധിച്ച രുതിരഞ്ചിറയായി മാറിയെന്ന ഐതിഹ്യമാണ് ഇതിനുള്ളത്.